പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ഒപ്പം 3.25 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ആയിഷത്തുൽ ഷംന വിശദാംശങ്ങളുമായി. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്ന് കോടതി പറയുന്നു. ഒപ്പം തന്നെ പരോളിൽ ഇറങ്ങിയാൽ എങ്ങനെയാണ് സാക്ഷികൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ് ഷംന? അപൂർവമായി ആയ കേസായി കാണാൻ കഴിയില്ലെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. പക്ഷേ കുറ്റകൃത്യം അത് തെളിഞ്ഞതോടുകൂടി തന്നെ ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പറഞ്ഞത്. അതായത് ഈ കൊലപാതകം, അതിക്രമിച്ചു കയറൽ, ഇതിൽ രണ്ടിലുമാണ് ജീവപര്യന്തം തടവ്. ഒപ്പം തെളിവ് നശിപ്പിക്കലിന് ഈ ജീവപര്യന്തത്തിന് പുറമെ 5 വർഷം തടവ്. ഇങ്ങനെയാണ്. ഒപ്പം തന്നെ 3.25 ലക്ഷം രൂപ ഈ തെളിവ് നശിപ്പിക്കലിനും അതിക്രമിച്ചു കയറലിനുമായി 3.25 ലക്ഷം രൂപ പിഴയും കൂടി കോടതി ചുമത്തിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം 2019 ഈ സജിതയെ കൊലപ്പെടുത്തിയ ശേഷം അതിനുശേഷം ഈ ജാമ്യത്തിൽ ഇറങ്ങിയാണ് പ്രതി പിന്നീട് സജിതയുടെ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയെയും കൊല്ലുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇനി പ്രതിക്ക് പരോൾ അടക്കമുള്ള അനുജ ഇപ്പോൾ SP മാധ്യമങ്ങളെ കാണുക. The police have submitted many evidences. Sir, Sir, police have submitted many evidences, and now the accused got the life imprisonment also. നമുക്കൊരു എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. 2019 ഓഗസ്റ്റ് മാസം 31 തീയതി ആണ് ഈ കേസ് സംഭവിച്ചിരിക്കുന്നത്. കേസിൻ്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും ഏകദേശം വളരെ നന്നായിട്ട് ഇത് നോളജിലാണ് ഉള്ളത്. ജനറൽ കാര്യം ഇതിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ശിക്ഷ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക് എവിഡൻസ് കറക്റ്റ് പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്തിട്ട് പോലീസ്ക്ക് ചെയ്യാൻ സാധിച്ചു. അതൊരു ഏറ്റവും നിർണായകം കാര്യമാണ് ഈ കേസിൻ്റെ കൺവിക്ഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മുടെ IPSHO ദീപ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ടീം നമുക്ക് രൂപീകരിച്ചിട്ട് ആ സമയത്ത് എല്ലാം എവിഡൻസ് കളക്ട് ചെയ്തിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രധാനപ്പെട്ട സാക്ഷികളുടെ 161 സ്റ്റേറ്റ്മെൻറ്റ്, 164 സ്റ്റേറ്റ്മെൻറ്റ് അടക്കം കംപ്ലീറ്റ് ശേഖരിച്ചിരുന്നു. ഈ കേസിൻ്റെ ചെറിയ ഈ മൈന്യൂട്ട് എവിഡൻസ് കൂടി ഞങ്ങൾ ഒരു സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് അത് നമുക്ക് കോടതിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു, FSLലേക്ക് എത്തിച്ചു. അതിൻ്റെ സയൻറ്റിഫിക് എക്സാമിനേഷൻ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഓരോരോ കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വാർത്തയിൽ ഞാൻ കണ്ട പ്രകാരം ഫുട് പ്രിൻറ്റ്സ്, പിന്നെ പോക്കറ്റിനെ ഒരു പീസ് ഓഫ് ക്ലോത്ത്, ദറ്റ് ഓൾ എവറിത്തിങ് അത് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു. കറക്റ്റ് പ്രതിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചു. ഇതാണ് നമ്മുടെ ഈ കേസിന്റെ കൺവിക്ഷനിലേക്ക്. വിറ്റ്നസ് നമുക്ക് ഒരു ടോട്ടൽ 44 വിറ്റ്നസ് ഞങ്ങൾ എക്സാമിൻ ചെയ്തു. എല്ലാം വിറ്റ്നസ് വളരെ കൃത്യമായിട്ട് മോഡി നമുക്ക് പറഞ്ഞിട്ട് ഈ കേസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതും ഒരു വളരെ പ്രധാന കാര്യമാണ്. ത്രെറ്റനിങ്ങിൻ്റെ ഇൻസിഡൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ കേസ് കൂടി പോലീസ് രജിസ്റ്റർ ചെയ്തതാണ്. ഈ പ്രതി കോടതിയിലേക്ക് വരുമ്പോൾ വിറ്റ്നസ്ക്ക് നേരെ ഒരു പൊതുവെ പബ്ലിക്കലി ഭീഷണിപ്പെടുത്താനുള്ള കാര്യം കൂടി കോടതിയിലേക്ക് കോടതിൻ്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരുന്നു. സോ അതും ഒരു നിർണായക ഇത് കാര്യമാണ്. ഇപ്പോൾ ശിക്ഷ നോക്കുമ്പോൾ ഡബിൾ ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആണ് ഉള്ളത്. 302 ഭാഗമായിട്ട് ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് പ്ലസ് ഒരു 2 ലക്ഷം രൂപയുടെ ഫൈനാണ്. 449 ദാറ്റ് ഈസ് വെപ്പൺ കൊണ്ട് വീട്ടിൽ കയറിയിട്ട് ആക്രമിച്ചു. അതിൻ്റെ ഒരു ലൈഫ് ഇംപ്രിസൺമെൻറ്റ് പ്ലസ് 2 ലക്ഷം രൂപയുടെ ഫൈനാണ് ഉള്ളത്. 5 years ഇംപ്രിസൺമെൻറ്റ് 201 ഭാഗമായിട്ടാണ് ഉള്ളത്. സോ വളരെ നന്നായിട്ട് നമുക്ക് ഈ പ്രതിക്ക് ശിക്ഷിക്കാൻ സാധിച്ചു. എൻ്റെ ടീമിൻ്റെ റോൾ ഇതിൽ ഏറ്റവും പ്രധാനമാണ് ഉള്ളത്.
4.5 lakh rupees. 3. 3.25 lakh rupees ടോട്ടൽ ഫൈൻ കൂടിയാണ് ഉള്ളത്. കോടതിയുടെ വിധി നമുക്ക് എഴുതിയിട്ട് ഇപ്പോൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വ്യക്തമായിട്ട് ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയോ? ഇപ്പോൾ നമുക്ക് ജഡ്ജ്മെന്റ് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് കോടതിയുടെ തീരുമാനം എങ്ങനെയാണ് നമുക്ക് നോക്കിയിട്ട് അത് പറയാം, കറക്റ്റ് ആയിട്ട് പറയാം. അന്വേഷണ ഉദ്യോഗസ്ഥർ തൃപ്തരാണോ ഈ ലൈഫ് ഇംപ്രിസ്മെന്റ്? നമ്മുടെ ഭാഗത്ത് തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് ഒരു കേസ് കൂടിയാണ് ഉള്ളത്, ഇരട്ട കൊലപാതകത്തിൻ്റെ ഒരു കേസ് കൂടിയാണ്. അതിൽ നമുക്ക് ഫർദർ വളരെ എഫക്റ്റീവായിട്ട് ആ കേസ് കൂടി എടുക്കാൻ പോകുന്നത്. ഈ കേസ് പ്രസന്റ് സജിത മർഡർ കേസിൻ്റെ ഭാഗമായിട്ട് ഒരു ഏറ്റവും പ്രധാന കാര്യം കൂടിയായിരുന്നു. രണ്ടാമത്തെ കൊലപാതകം നടന്ന ശേഷം പോലീസ് വളരെ എഫക്റ്റീവായിട്ട് സീനിയർ ഓഫീസേഴ്സ് DIG തൃശ്ശൂർ റേഞ്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രസന്റ് കേസിൻ്റെ ഫയൽ മുഴുവൻ റിവ്യൂ ചെയ്തിട്ട് നോക്കി. അതിൽ എന്തെങ്കിലും ഷോർട്ട് ഫാൾ ഉണ്ടോ അത് നിങ്ങൾ മുഴുവൻ പരിശോധിച്ചിട്ട് കണ്ടുപിടിച്ചു. അത് ചെയ്തിട്ട് FSLൻ്റെ റിപ്പോർട്ട്സ് ഞങ്ങൾ കുറച്ച് എക്സ്പെഡൈറ്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കേസ് നമുക്ക് അത്ര പെട്ടെന്ന് ട്രയലിലേക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ആസ് സൂൺ ആസ് പോസിബിൾ നമ്മുടെ ശ്രമമാണ്. ആസ് സൂൺ ആസ് പോസിബിൾ ദ ട്രയൽ ക്യാൻ ബി സ്റ്റാർട്ടഡ്. ആ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ വളരെ സയൻറ്റിഫിക് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ് ആ കേസിൽ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ റിസൾട്ട് കിട്ടും. പ്രതിയെ പേടിച്ച് പല ആളുകളും ഇപ്പോൾ നാട് വിട്ടിട്ടുണ്ട്, തമിഴ്നാട്ടിലേക്ക് ഉൾപ്പെടെ താമസം മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡബിൾ മർഡർ കേസിൽ ഇവിടേക്ക് അവരെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ പോലീസിന് വലിയൊരു ചലഞ്ച് അല്ല, കാരണം ഈ പ്രതിയെ പല ആളുകൾക്കും വലിയ രീതിയിൽ പേടിയുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഈ 2019 കേസിൽ ഒരു ഡബിൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കിട്ടിയതുകൊണ്ട് ഓൾറെഡി നമ്മുടെ കുറേ സാക്ഷികൾക്ക് നല്ല ഒരു ധൈര്യം കിട്ടും. ഇപ്പോൾ അത് കൂടാതെ പോലീസ് എപ്പോഴും ഈ സാക്ഷികൾക്ക് ഒപ്പം തന്നെയാണ്, ജനങ്ങൾക്ക് ഒപ്പം തന്നെയാണ്. സോ നമുക്ക് അത്ര ഒരു അതിൽ ചാലഞ്ച് വരാൻ പോകുന്നില്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചാലഞ്ച് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കാര്യമായിട്ടുള്ള എഫേർട്ട് അതിൽ വാട്ട് എവർ ഇറ്റ് ഈസ് നീഡഡ് ടു ബി ഡൺ ദാറ്റ് വി വിൽ ബി ഡൂയിങ്. ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. ഫർദർ സെക്കൻഡ് കേസ് നമുക്ക് ഇപ്പോൾ ബാക്കിയുണ്ട്, അതിൽ നമുക്ക് ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.